ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? പിന്നെ ഞാനിപ്പോ ഇന്ന് കുറേ കാലമായി ഞാൻ ജാസിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ എന്താ വെച്ചാൽ മനഃപൂർവ്വം ചെയ്യാണ്ടിരുന്നതാ. കാരണം അവനൊതുങ്ങിയാ ഞാനും ഒതുങ്ങുന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ അവനിക്ക് എതിരെ വീഡിയോ ചെയ്തിരുന്നത് മെയിനായിട്ട് ഈ ആഷിയുടെ ഉമ്മയുടെ വിഷയത്തെ കുറിച്ചിട്ടാണ്. കാരണം ആ ഉമ്മ അത്രയും സങ്കടത്തോടെ ഒരു വിഷയം അവന്റെ മെസ്സേജ് വാട്സാപ്പിലൂടെ വിട്ടപ്പോ അവന് അതിന് കൊടുത്ത മറുപടി ഒരിക്കലും കേട്ടാ സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. പിന്നെ രണ്ടാമത്തെ വിഷയം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവന് അതായത് മതം പഠിപ്പിക്കാൻ ഇറങ്ങിയിരുന്നു. എങ്ങനെ നബി അങ്ങനെ പറഞ്ഞിട്ടില്ല, അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടില്ല, ദീൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിരുന്നു. അപ്പൊ അതിനെയും ഞാൻ വിമർശിച്ചിരുന്നു. ഇത് രണ്ടും അവൻ നിർത്തിയോടുകൂടെ ഞാനും നിർത്തി വീഡിയോ. ഇപ്പോ അവന് വേറെ ഒരാളുടെ അവനെ സ്ഥിരമായിട്ട് ട്രോൾ ചെയ്യുന്ന ഒരാളുടെ വാപ്പാക്ക് വിളിച്ചിട്ട് അവരുടെ ഫോൺ റെക്കോർഡൊക്കെ എന്താ പറയാ ഇതിനകത്ത് പബ്ലിക്കായി വിട്ടിരുന്നു. എന്ത് അവന്റെ അടുത്ത് എന്തൊക്കെയോ ശരികളുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. നീ ആരുടെ എന്തൊക്കെ കുറവുകൾ പുറത്തു വിട്ടാലും നിന്റെ കുറവ് എന്താന്നുള്ളത് നിനക്ക് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുകയാണോ എന്നുള്ളതിലും എനിക്ക് സംശയമുണ്ട്. കാരണം മനസ്സിലാവുന്ന രീതിയിൽ എല്ലാം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് പല രീതിയിലും പല തരത്തിലുള്ള ട്രോളുകളും നിനക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ വന്നത് നിന്നെ കളിയാക്കാനോ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. നിന്റെ ഒരു വീഡിയോ കണ്ടു. എന്താണ് വീഡിയോ? ശ്രദ്ധ. അന്നെ ചെറുപ്പം മുതൽ അറിയുന്നവർക്ക് ജാണാണെന്ന് അറിയാം. ഇതാ വലിയ സന്തോഷ വാർത്ത പറഞ്ഞത്. അത് ശരി. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചില്ലറ ആർക്കെങ്കിലൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ഇതാ സന്തോഷ വാർത്ത. ശരി, എന്നാ ബാക്കി കേൾക്കാം. എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ജന്നെ പോയാൽ മതി. അതവിടെ ഒക്കെ. അല്ല, ആശി ആണോ ആശി പെണ്ണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ആർക്കും ഒരു വേവലാതി വേണ്ട എന്നുള്ളത്. ഈ ആണും പെണ്ണും തമ്മില് എങ്ങനെയാണ് ഒരു മനുഷ്യ ശരീരത്തിന് തിരിച്ചറിയാം? അവിടെ വല്ല കുറവ് കണക്ക് വന്നിക്കണോ? ഒക്കെ പോട്ടെ. ഇപ്പോഴും ഇജ്ജു ആശി ഇടുന്നത് ഒരേ ഷെഡ് തന്നെയല്ലേ, ആണുങ്ങളെ ഷെഡ്. അതില് മാറ്റൊന്നുമില്ലല്ലോ. പിന്നെ എന്തർത്ഥത്തിലാണ് ഇജ്ജ് ഇങ്ങനെയൊക്കെ മറ്റുള്ളവരൊക്കെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞ് വലിയൊരു സംഭവം ആക്കിയിട്ട് പറയണു? എനിക്ക് ട്രാൻസ്ജെൻഡറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി, അത്ര മതി. വെറുതെ അതിനെ പൊലിപ്പിക്കൊന്നും വേണ്ട. പിന്നെ നിന്നെ ദുബായിന്ന് പിന്നെ ഇങ്ങോട്ട് കടത്തിയത് എന്തിനാണ് എന്നുള്ളത് അന്ന് ഇജ്ജ് പറഞ്ഞു പണി നിർത്തിയിട്ടാ പോന്നിന്ന്. ഈ കാർഡ് ഉണ്ടാക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടല്ലേ വിട്ടത്? അതും ഇപ്പൊ ഇജ്ജ് സമ്മതിക്കേണ്ടി വന്നില്ലേ? അപ്പൊ പിന്നെ എവിടെ നിന്നെ കളിയാക്കി എന്ന് പറഞ്ഞത്? പിന്നെ കളിയാക്കിയിരുന്നു ഈ മതം പഠിപ്പിക്കാൻ ഇറങ്ങിയപ്പോഴും. നീ കാരണം ഒരുപാട് ചെറിയ മക്കൾ വഴി തെറ്റി പോകുന്നുള്ള പരിപൂർണ ഉറപ്പുള്ളത് കൊണ്ടും നിന്റെ ഓവറായിട്ട് ഡബിൾ മീനിങ്ങിലുള്ള സംസാരം കാരണം കൊണ്ടും നിനക്ക് നല്ല ട്രോള് കിട്ടിയിട്ടുണ്ട്. അത് ഇനി നീ ആവർത്തിക്കുകയാണെങ്കിൽ ഇനിയും നിനക്ക് ട്രോള് കിട്ടും. അതിലെന്താ സംശയം? നീ ഇപ്പൊ പറഞ്ഞല്ലോ എന്നെ അങ്ങനെയാണ്. നിന്റെയൊക്കെ പഴയ വീഡിയോ ഒന്ന് എടുത്ത് നോക്കി. ഫുള്ള് ഡബിൾ മീനിങ് വീഡിയോസ് ആണ് അല്ലെ? അപ്പൊ അതിനെ കുറിച്ചിട്ട് മറ്റുള്ളവർ സംസാരിച്ചു എന്ന് വിചാരിച്ചിട്ട് അത് മുഴുവൻ നീ പെണ്ണാകുന്ന സങ്കടം കൊണ്ടാണെന്ന് വരുത്തി തീർക്കല്ലേ. നിനക്കുള്ള മറുപടി ആയിട്ട് അതിനെ കണക്കാക്കാൻ കഴിയുള്ളൂ. പിന്നെ ഉണ്ടായിരുന്നത് ആഷിയുടെ ഉമ്മാനോട് നീ പറഞ്ഞ ആ അനാവശ്യവും കാര്യങ്ങളൊക്കെ. നീ പരിധി വിട്ടിട്ട് വെറും നുണ പറച്ചില് മാത്രം പറഞ്ഞു തുടങ്ങിയ സമയത്താണ് നിന്നെ ഞാൻ ഉൾപ്പെടെ പലരും എതിർക്കാൻ തുടങ്ങിയത്. അല്ലാതെ ട്രാൻസ്ജെൻഡർ ഇജ്ജ് മാത്രമല്ലല്ലോ, എത്രയോ ആളുകളുണ്ട്. ഇവരൊക്കെ പോയിട്ട് ആരെങ്കിലും നിന്നല്ലാണ്ട് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇവന്റെ വേറൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, ഒരു ഇന്റർവ്യൂ. അതിലെന്താ പറയണെന്ന് കേട്ടോളി. ഒരു അമർഷതാണ് ആശയുടെ ഉമ്മയുമായിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിരിക്കുമല്ലോ. അത് ഭയങ്കര റൂഡായിട്ടാണ് എന്നെ ഉമ്മ വിളിച്ചത്. മറ്റൊരു പേരായിരുന്നു, ഉണ്ടെന്നായിരുന്നു.
അത് എന്നെ അങ്ങനെ വിളിക്കണ്ട, അവിടെ വിളിക്കാനുള്ള വേറെ അവിടെ ആൾക്കാരില്ല, അവരെ വിളിച്ചാൽ മതി. അങ്ങനെ രണ്ടുപേരും വിളിച്ചാണെന്ന് പറയുമ്പോൾ അത് പറയുന്നത് ആശിയുടെ, അതായത് ഓന്റെ ഉമ്മ ഈ അവനെ ജാസിനെ വിളിച്ചത് ഇങ്ങനെ കുണ്ടാന്ന് അത്ര വിളിച്ചത്. കോഴിക്കോട്ടിൽ അത് ചെറിയ കുട്ടികളെ വിളിക്കുന്ന പേരാണ്. ഇനിയിപ്പോ ഉമ്മ വിളിച്ചത് ആ അർത്ഥത്തിൽ വെച്ചിട്ടല്ല. അല്ലാതെ പിന്നെ അന്നെ സൗദി ഭരണാധികാരിനെ വിളിക്കണമാതിരി യാ ഷേഖ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇത് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ ആവുകൊണ്ടല്ല ആ ഉമ്മ അങ്ങനെ വിളിച്ചത്. ആ ഉമ്മയുടെ വേദന ആ ഉമ്മാക്കല്ലേ അറിയുള്ളൂ. എന്തായാലും ബാക്കി കേൾക്കാം. രണ്ട് ചേട്ടന്മാരെ തീർച്ചയായിട്ടും ഉമ്മാന്റെ മനസ്സറിഞ്ഞ സോറി പറയാണ്. സോറിയൊക്കെ പറഞ്ഞപ്പോ ഉമ്മാന്റെ മോനായ ആശിനെ വിട്ടു പോകാൻ പറ്റൂല. ഉമ്മ അത് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും കാലത്ത് ഉമ്മക്ക് അത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്നെ ഉമ്മ സ്വീകരിക്കുന്ന ഞാൻ വിചാരിക്കുന്നത് ഉമ്മക്ക് നല്ലൊരു മരുവോള തന്നെ ആയിരിക്കും ഞാൻ. നല്ലൊരു മരുവളാക്കാരം പോലല്ലൊരു മരുവള്. അത് കൂടെ ഈ ഉമ്മ എന്നല്ല ഒരു ഉമ്മ ഇത് അംഗീകരിക്കാത്തിന്റെ കാരണം എന്താ അറിയോ? നിങ്ങളെ കൊണ്ടൊരു തലമുറ സൃഷ്ടിക്കാൻ കഴിയൂല. അതായത് ഒരാണും പെണ്ണും കല്യാണം കഴിച്ചിട്ട് അതിലൊരു മക്കൾ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് അത് അവരുടെ വിധിയാണ്. അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. അങ്ങനത്തെ എത്രയോ ആളുകൾ ഇപ്പോഴും ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കുന്നവരുണ്ട്. പക്ഷെ ഈ രണ്ടാണുങ്ങളും കൂടെ കഴിച്ചിട്ട് കുട്ടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടുത്തെ നിയമ? അതന്നെ ആ ഉമ്മയും വിചാരിച്ചോളൂ. അപ്പൊ അതിന് ആ ഉമ്മയാകൊണ്ടാണ് അയിമ നിർത്തിയത്. വേറെ വല്ലവരും ആണെങ്കിൽ ഉണ്ടല്ലോ പഴംപൊരി പൊരിച്ചമാരി ഇട്ട് പൊരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അതിന്റെ പേരിലാണ് ആ ഉമ്മാനെ തെറി പറഞ്ഞെങ്കിൽ അതിനിപ്പോ ഈ ഒരു സിന്ദൂരം പൊട്ടൊക്കെ എടുത്ത് സാരി എടുത്ത് ഇന്റർവ്യൂല് മാറ്റി നിന്നിട്ടില്ലേ ഈ നാടകം കളി ഉണ്ടല്ലോ, അത് ഒഴിവായിക്കള. ആ ചെക്കനെ അതിന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്ക്. എന്നിട്ട് അതിന് ഉമ്മാക്ക് പൊരുത്തണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയും. അതല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു കള്ളി തുണി എടുത്തിട്ട് എന്തെങ്കിലും ഒരു പണിക്ക് വയ്ക്കും. തെങ്ങിന്റെ ഹോട്ടലിലും കിടക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് ഇതിനേക്കാ അന്തസ്സുണ്ട്. കാരണം എന്താ പറയുക, പണിയെടുത്തിട്ടാ ജീവിക്കുന്നതെന്നുള്ളൊരു തോന്നല് വരും. അല്ലാതെ ഇപ്പൊ ഈ ഒരു കൊലയും തൂക്കിയും കൊണ്ട് ഞാൻ ഉമ്മ എന്നെ എന്തായാലും മരിയോളായി കാണണം. ഏത് മരിയോൾക്ക് എങ്ങനെ അള്ളാടെ ദുനിയാവിന് കൊല ഉള്ളത്? ഇതന്നെയുള്ളൂ. എങ്ങനെയാ എന്നെ മരിയോളായി കാണുന്നത്? പിന്നെ ഇജ് പറഞ്ഞൊരു കാര്യമാണ്, എന്താ അറിയോ, ചെറുപ്പം തൊട്ടേ അന്നെ അറിയുന്നവർക്ക് അന്നെ നന്നായി അറിയാന്ന്. അത്രയും അന്നെ നന്നായി അറിയുന്ന ആളുകളെല്ലാം പാടെ കൂടിയിട്ടല്ലേ നിനക്കൊരു പെണ്ണെട്ടിച്ചെന്ന്. അപ്പോ അതവിടെ നിൽക്കട്ടെ, അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പിന്നെ പറയാം. കാരണം എന്താ അറിയോ, ഇപ്പോഴും ഇജ് സത്യങ്ങളല്ല പറയുന്നത്, മിക്കതും അസത്യങ്ങളാണ്. പിന്നെ ആശിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ എനിക്ക് പാലക്കാട് ആശിയുടെ തൊട്ടടുത്തൊരു വീട്ടിലായിരുന്നു എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു, നിശ്ചയ പരിപാടി ഉണ്ടായിരുന്നത്. അതിന് ഞാൻ പോയിരുന്നു. ആശിയുടെ വീടും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടു. ഞാൻ അങ്ങോട്ട് കയറിയില്ല, കാരണം ഞാൻ ഉമ്മാനൊന്ന് കാണണം എന്നൊക്കെ വിചാരിച്ചതാ. പക്ഷെ എനിക്ക് ടൈം ഇല്ലാത്തതിന്റെ പേരില് നല്ല മഴയായിരുന്നു. പെട്ടെന്ന് ഞാൻ തിരിച്ചു പോകുന്നു. അതെന്താ അറിയോ, ഈ ആശിനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാൻ നിന്ന ആ ഉമ്മ, അതെനിക്കറിയില്ലേ, ചെറിയ മോനാണ്. മാത്രല്ല അവൻ കെട്ടിക്കൊണ്ടുവരുന്ന ഒരു പെണ്ണ്, അതായത് ആ വീടിന്റെ ചെറിയ മരുമകൾ എന്നുള്ള നിലക്ക് ആ ഉമ്മാനെ ഇനി നോക്കേണ്ട ആളായിരുന്നു ഈ ആശി കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ്. ഇവര് വാടകയ്ക്ക താമസിക്കുന്നത്. അറിയില്ലേ നിനക്ക്? നീയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കിയിട്ട് അവനൊരു പെണ്ണ് തിരയാൻ വേണ്ടി ഒരുങ്ങിയ ആളാണ് അല്ലെ? പിന്നെ നീ ഉസ്താദിനെ വിളിച്ചും പണിക്കരെ വിളിച്ചിട്ടും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, പോകാൻ നിൽക്കുകയാണോ, ചാടാൻ നിൽക്കുകയാണോ, എന്തെങ്കിലും ഒന്ന് പറയാം മൗലിയരെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മറ്റേ വോയിസ് റെക്കോർഡ് ഇറങ്ങി. അതിനും ഞാൻ റിപ്ലൈ തന്നിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കാണ് നിനക്ക് കിട്ടിയ മറുപടി. അതൊക്കെ ഇജ്ജ് പെണ്ണാകൊണ്ടും അതല്ലെങ്കിൽ ഇജ്ജൊക്കെ ഈ മറ്റേ 2 കൊട്ടത്തേങ്ങ കെട്ടി വെച്ച് നടക്കുന്നതുകൊണ്ടോ ആണെന്ന് മാത്രം ഇജ്ജ് വിചാരിക്കരുത്. ഈ ട്രാൻസ്ജെൻഡറൊക്കെ ബഹുമാനിക്കാനും പിന്നെ പരിഗണിക്കാനും അറിയുന്ന ആളുകൾ തന്നെയാണ് നിന്നെ ട്രോൾ ചെയ്തിട്ടുള്ളതും. ഇപ്പൊ ഈ ട്രാൻസ്ജെൻഡറിന്റെ ഇപ്പൊ അടുത്തൊരു സമരം നടന്നു. എനിക്ക് വേണമെങ്കിൽ ആ വീഡിയോ എടുത്തിട്ട് പല കോമാളിത്തരം പറയായിരുന്നു. പക്ഷെ ഞാൻ എന്താ ചെയ്യായിരുന്നു അറിയോ, അവർ ട്രാൻസ്ജെൻഡർ ആയി ജീവിക്കുന്നവരാ, അതുകൊണ്ടാണ് ഞാൻ അവരെ ഒഴിവാക്കിയത്. പക്ഷെ നീ അങ്ങനെയല്ലായിരുന്നു. നീ വെറും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നാറിയ കളി കളിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഞാൻ എതിർത്തത്. അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസുകൾ മാത്രം തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇന്ന് ബീവി, നാളെ ദേവി, മറ്റന്നാ മൂദേവി എന്നുള്ള വീഡിയോസൊക്കെ എന്റെ അത്യാവശ്യം വൈറലായി കയറിപ്പോയ വീഡിയോ ആണ്. അതിനൊക്കെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കാണിച്ചു കൂട്ടൽ അങ്ങനെ. ഒരു റമദാൻ മാസത്തിലാണ് നീ പോയിട്ട് ആ വേഷം കെട്ടിയിട്ട് മറ്റുള്ളവരെല്ലാവരെയും തേച്ചൊട്ടിക്കുന്ന രീതിയിൽ ഒരു വെല്ലുവിളി എന്നുള്ള മാതിരിയുള്ള കാണിക്കലൊക്കെ കാണിച്ചത്. ആരെങ്കിലും പറഞ്ഞ ട്രോളില് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ മറുപടിയിൽ സത്യമല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നീ ഇപ്പോഴും സമ്മതിക്കാത്തൊരു കാര്യമാണ് ദുബായിൽ നിന്ന് എന്തിനാണ് നിന്നെ പുറത്താക്കിയെന്നുള്ളത്. ഇതന്നെ നീ എയർപോർട്ട് കടക്കി എങ്ങനെ അറിയോ, പാന്റും ഷർട്ടും ഒക്കെ ആയിട്ട് ആണുങ്ങളെ വേഷത്തില് എയർപോർട്ടിന് കഴിഞ്ഞാൽ കാണാം പിന്നെ എന്റെ ഊരൊക്കെ ഒരു വളവ് അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കടന്ന് ആദിക്കൽ. എന്നിട്ട് അജ് നടക്കുക. ഇതൊക്കെ കാണുമ്പോ പിരാന്ത് വരായിരിക്കും ജാസിയെ, ജന്നെ പറ. ഇജ് ഈ കുറ്റിപ്പുറത്ത് ജീവിച്ചത് എങ്ങനെയെന്നുള്ളത് അന്നെ അറിയുന്ന പലർക്കും അറിയും. അത് എന്നോട് നേരിട്ടും അല്ലാണ്ടേ പറഞ്ഞതാ. പിന്നെ ഞാൻ അന്നെ
എനിക്കൊരു കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാൻ ഒരു താല്പര്യമില്ല. പിന്നെ ഇജ്ജ് കുറച്ച് ഓവർ കാട്ടിക്കൂട്ടി അതിനുള്ള റിപ്ലൈ ഞാൻ തന്നതുള്ളൂ. അത് ഇജ്ജ് നിർത്തിയപ്പോ ഞാനും നിർത്തി. പിന്നെ ഇപ്പൊ ജി ചെയ്തത് വാപ്പാക്ക് വിളിച്ചതും ഉമ്മാക്ക് വിളിച്ചതും അതൊക്കെ ശരിയാണോന്ന് അനക്കെന്നെ തോന്നുന്നുണ്ടോ? പിന്നെ അന്നെ വിളിക്കുന്നുണ്ട് അന്നെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇയായിട്ട് ഒരുക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ആശയുടെ ഗൾഫ് ജീവിതം തകർത്തത് ഇജാണ്. കാരണം അന്ന അവിടുന്ന് ഇതിന്റെ കറക്റ്റ് ഐഡന്റിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അന്ന അവിടുന്ന് UAE നാട് കടത്തിയത്. പിന്നെ ഇജ് വന്ന് ഇവിടെ കൂടി. പിന്നെ എന്ത് ചെയ്തു? പിന്നാലെ ഓനും പോന്നു. ഓനിക്ക് അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും വിയർപ്പിന്റെ നല്ല അസുഖമുള്ള ഒരാളാണ് അവന്. അതുകൊണ്ട് ഓനിക്ക് നയിച്ചു നിന്നാൻ കഴിയൂല. ഓനിക്കിത് നല്ലൊരു ചാൻസും ആയി. എന്ത് ഇജ്ജ് ഇങ്ങനെ അവനെ കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ കൂടിയും മാളിൽ കൂടിയോ ഒക്കെ കയറ്റി വേണ്ടത് എന്താ വേണ്ടെച്ചെങ്കിൽ അതൊക്കെ വാങ്ങിക്കൊടുക്കും. ഇതിപ്പോ ഒരു പെണ്ണ് കെട്ടി കഴിഞ്ഞാൽ നടക്കുവോ? നടക്കൂല. ഓനാണ് വാങ്ങിക്കൊടുക്കേണ്ടി വരും. ആ ബോധ്യം നല്ല ഓനിക്കുള്ളത് കൊണ്ടാണ് ഇത് വിയർക്കാതെ തന്നെ കിട്ടുന്നുള്ളത് മനസ്സിലായത് കൊണ്ടാണ് അവന്റെ പിന്നാലെ കൂടിയിരിക്കുന്നത്. പക്ഷെ ഇജ്ജ് എന്ത് ട്രാൻസ്ജെൻഡർ ആണെങ്കിലും ശരി, ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. മറ്റേ ജാസി, ഒരു നിശ്ചിത ടൈം ഉണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം ഈ കടല വെള്ളത്തിലിട്ടമാതിരി ഉണ്ടാവും. അതാണ് ഇപ്പൊ ഇജ്ജ് കഴിക്കുന്ന മെഡിസിന്റെ ഒക്കെ ഒരു ഗുണം. കടല വെള്ളത്തിലിട്ടാ കണ്ട് ചീർത്തിട്ട് വരൂലേ, അതേപോലെ ആയിരിക്കും. അപ്പൊ ഇവനെന്ത് ചെയ്യും? ഈ തൊലിഞ്ഞ താടിയും ചെടിയും കൊണ്ട് അവിടെ ഇറങ്ങിപ്പോവും. അന്നേ ഇജ്ജ് മനസ്സിലാക്കുള്ളൂ ഈ എന്നെ സമൂഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്, ഇങ്ങനെ ചെയ്തിരുന്നത് എന്നുള്ളത്. അത് അനക്കൊരിക്കൽ മനസ്സിലാവും. കാരണം എന്തായോ, ആ ഉമ്മയുടെ കണ്ണീര് ഇപ്പോഴും എന്റെ മേത്തുണ്ട്. അതിലൊരു സംശയമില്ല. അതുള്ളിടത്തോളം കാലം ഇനി സർട്ടിഫിക്കറ്റ് അല്ല അന്റെ അണ്ടർവെയർ പൊക്കി കാണിച്ചിട്ടും കാര്യമില്ല. അന്നെ അംഗീകരിക്കൂല നാട്ടിയത്. വല്ലാത്തൊരു തൊലിക്കെട്ടി തന്നെ മനയാൻ്റെത്. എന്തായാലും എന്റെ ആദ്യത്തെ ബന്ധുക്കാരതൊക്കെ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? ആ ബോധ്യം എനിക്ക് വല്ലതും ഉണ്ടോ? ശരിക്കും ആ പെണ്ണിനൊക്കെ നല്ലൊരു ആങ്ങളാരുണ്ടായിട്ടുണ്ടല്ലോ, ചകിട് അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ അറിഞ്ഞും കൊണ്ടാണല്ലോ എന്റെ പെങ്ങളെ ജീവിതം തകർത്ത്, അല്ലെങ്കിൽ എന്റെ മോളെ ജീവിതം തകർത്തറിഞ്ഞിട്ട്. അതൊന്നും പോരാഞ്ഞിട്ടാ പോനത് സർട്ടിഫിക്കറ്റും കൊണ്ട് വന്നിട്ടില്ല. പോയിക്ക ചെങ്ങായി അവിടുന്ന്. ഇജ്ജ് മറ്റോനെ എന്തെങ്കിലും അവന്റെ ഉമ്മാന്റെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അടുപ്പിച്ചാൻ പറ്റുമെന്നൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു സലാം പറയാനെങ്കിലും അനുവദിക്കുക. എന്നിട്ട് മതി എന്റെ സർട്ടിഫിക്കറ്റും മറ്റേ മുറിച്ചു കളയാത്ത ഐഡന്റിറ്റി ഒക്കെ. എന്നാ പിന്നെ അങ്ങനെ. കാരണം എന്താ പറയുക, എനിക്കിത് പറയാതിരിക്കാൻ തോന്നിയില്ല. കാരണം എന്താ പറയുക, എനിക്കിത് കണ്ടിട്ട് പറയാതിരിക്കാൻ തോന്നിയില്ല. ഓപ്പ ട്രോളന്മാർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിട്ട് ഒരു കടലാസ് പിടിച്ചും കൊണ്ട് വന്നിക്ക. ഇതാ ഞാൻ ട്രാൻസ്ജെൻഡർ ആണ്, ഇതുവരെ പെണ്ണാണെന്നല്ലേ പറഞ്ഞിരുന്നത്. പ്രതിമക്ക് എത്തിയത് മുറിച്ച് കളയാൻ പറ്റുന്നില്ല അല്ലേ? മുറിച്ച് കളയണ്ട, അങ്ങോട്ട് തൂക്കിട്ട് നടക്കേ. എന്നാ ശരി, എന്നാ ഞാൻ പോവാ.